friends, welcome to my YouTube channel Haru and Tanu. നമ്മുടെ വീട്ടിൽ തന്നെ എളുപ്പം പൊടിക്കാവുന്നതും അതുപോലെ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതുമായിട്ടുള്ള സാമ്പാർ പൊടിയുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഇതിനായിട്ട് നല്ലവണ്ണം ഉണങ്ങിയ മുളക് 200 ഗ്രാം നമുക്ക് എടുക്കാം. മുളകിന്റെ നെറ്റൊക്കെ കളഞ്ഞിട്ടുള്ള വെയിറ്റ് ആണ് 200 ഗ്രാം. സാമ്പാർ പൊടി തയ്യാറാക്കാനുള്ള ഓരോ ചേരുവകളും ഇതുപോലെ ഒന്ന് വെയ് ചെയ്തിട്ട് നമുക്ക് എടുത്തു വെക്കാം. $250 ഗ്രാം മല്ലിയാണ് ഇവിടെ വെയ് ചെയ്തെടുക്കുന്നത്. അടുത്തതായിട്ട് 100 ഗ്രാം ഉലുവ, 50 ഗ്രാം ഉഴുന്ന്, 25 ഗ്രാം കടലപ്പരിപ്പ്, 25 ഗ്രാം തുവരപ്പരിപ്പ്, 7 തണ്ട് കറിവേപ്പില, 25 ഗ്രാം കായം എന്നിവ നമുക്ക് അളന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. എണ്ണയൊന്നും ചേർക്കാതെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് നമ്മൾ വേണ്ടത്. ഇതിനായിട്ട് ഏതെങ്കിലും ഒരു പഴയ കടായി നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓരോ ചേരുവയും വേറെ വേറെ ആയിട്ടാണ് നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. ഉലുവ നല്ലൊരു ബ്രൗൺ കളർ ആയി വരുമ്പോൾ നമുക്ക് ഡ്രൈ ആയിട്ടുള്ള മറ്റൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റാം. ഇതുപോലെ ഓരോ ചേരുവയും ഡ്രൈ റോസ്റ്റ് ചെയ്ത് അതേ പാത്രത്തിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ യൂസ് ചെയ്യുന്ന പാത്രം അതുപോലെ തന്നെ മിക്സി എല്ലാം നല്ല ഡ്രൈ ആയിരിക്കണം. ഞാൻ സാധാരണയായിട്ട് ചെയ്യുന്നത് നല്ലവണ്ണം പാത്രം കഴുകിയതിനു ശേഷം ഒരു തുണി ഉപയോഗിച്ച് തുടയ്ക്കും. അതിനുശേഷം നല്ല വെയിലത്ത് കൊണ്ടുപോയി ഇതൊന്ന് ഉണക്കും. എന്നിട്ടാണ് ഞാൻ മിക്സിയൊക്കെ ഉപയോഗിക്കാറുള്ളത്. അഥവാ ജലാംശം ഉണ്ടെങ്കിൽ നമ്മുടെ സാമ്പാർ പൊടി പെട്ടെന്ന് പൂത്തു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നല്ല ഡ്രൈ ആയിട്ടുള്ള മിക്സിയും പാത്രങ്ങളും ഒക്കെ ഉപയോഗിക്കണമെന്ന് പറയുന്നത്. ഇതുപോലെ ഓരോ ചേരുവകളും നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്ത് നല്ല ഉണങ്ങിയ പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിവിടെ സാധാരണ മുളകാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. നമ്മൾക്ക് വേണമെങ്കിൽ കുറച്ച് കാശ്മീരി ചില്ലി ചേർക്കാവുന്നതാണ്. സാധാരണ മുളക് ഉപയോഗിച്ചാലും നമ്മുടെ സാമ്പാറിന് നല്ലൊരു നിറം കിട്ടും. ഇതേ അളവിൽ സാമ്പാർ പൊടി ഉണ്ടാക്കിയിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്ത സാമ്പാറിൻ്റെ റെസിപ്പി നേരത്തെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എല്ലാവരും തീർച്ചയായിട്ടും കാണണം.
ഇവിടെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് മുഴുവനായിട്ടുള്ള കായമാണ്. നമ്മുടെ അടുത്ത് കായത്തിൻ്റെ പൊടിയാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ കടായിക്ക് നല്ലൊരു ചൂടുണ്ടാകും. അപ്പോൾ ആ ചൂടിൽ കിടന്ന് നമ്മുടെ കായപ്പൊടി നല്ലവണ്ണം ഒന്ന് മൂത്ത് കിട്ടും. ഉടനെ തന്നെ, അതായത് ഒരു 30 സെക്കൻഡിനുള്ളിൽ നമുക്ക് കായത്തിൻ്റെ പൊടി കടായിൽ നിന്ന് മാറ്റാവുന്നതാണ്. അഥവാ നമ്മൾ ഇതുപോലെ മുഴുവനായിട്ടുള്ള കായമാണ് എടുക്കുന്നതെങ്കിൽ ഇതുപോലെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് മാത്രം പൊടിച്ചെടുക്കുക. അപ്പോൾ മാത്രമേ നമുക്ക് കായം നല്ലവണ്ണം പൊടിച്ച് എടുക്കാൻ സാധിക്കുകയുള്ളൂ. അടുത്തതായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയാണ്. കറിവേപ്പിലയുടെ ജലാംശം പോയതിനു ശേഷം നമുക്കിത് കടായിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ എല്ലാ ചേരുവയും നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. മുളക് ഒഴിച്ച് ബാക്കി എല്ലാ ചേരുവയും കൂടെ ഒരുമിച്ചിട്ടിട്ട് മിക്സിയുടെ ഏറ്റവും വലിയ ജാറിൽ നമുക്ക് പൊടിച്ചെടുക്കാം. ഞാനിവിടെ 2 പ്രാവശ്യമായിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. നമ്മൾ വറുത്ത് വച്ചിരിക്കുന്ന മുളക് അടുത്തതായിട്ട് പൊടിച്ചെടുക്കാം. മുളകും ഞാൻ ഇതുപോലെ 2 പ്രാവശ്യമായിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. ഇനി നമ്മൾ പൊടിച്ചു വച്ചിരിക്കുന്ന 2 പൊടികളും കൂടി മിക്സ് ചെയ്തെടുക്കണം. 2 പൊടികൾ ഞാൻ ഉദ്ദേശിച്ചത് മുളക് പൊടിയും മറ്റുള്ള ചേരുവകൾ എല്ലാം കൂടെ പൊടിച്ചു വച്ചിരിക്കുന്ന പൊടിയും. ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയിലേക്കിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ്. അങ്ങനെ നമുക്ക് എളുപ്പം ചെയ്തെടുക്കാൻ സാധിക്കുന്ന സാമ്പാർ പൊടി ഇവിടെ റെഡിയാണ്. നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള ബോട്ടിൽസിൽ നമുക്ക് എടുത്തു വെക്കാം. 4 മാസം വരെ കേടാകാതെ നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കും. നമ്മുടെ ഈ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത ഓരോ റെസിപ്പീസിൻ്റെയും ഫോട്ടോസ് ഞങ്ങൾക്ക് അയച്ചു തരിക. അടുത്ത വീഡിയോയിൽ നമ്മൾ തീർച്ചയായിട്ടും ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. കീപ് വാച്ചിങ്. ഹരു ആൻഡ് താനു. ബൈ.